പഠിക്കുവാൻ സമയമില്ലെന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്നതാണ് പുറക്കാട് കമ്മത്തിപ്പറമ്പ് മഠം ഗിരീഷ് സംഗീത ദമ്പതികളുടെ മകൾ അനുഗ്രഹ ജി ഭട്ട. പഠിക്കുവാൻ സമയം പോരെന്ന് പറയുന്നവർ അനുഗ്രഹയുടെ പാഠം പഠിക്കണം. പുറക്കാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ കമ്മത്തിപ്പറമ്പ് മഠം ഗിരീഷ് സംഗീത ദമ്പതികളുടെ മകൾ അനുഗ്രഹ ജി ഭട്ട് SSLC കടമ്പ കടന്നത് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിക്കൊണ്ടാണ്. ഈ വിജയത്തിൽ പഠിക്കുവാൻ സമയം കുറവാണെന്ന് പറയുന്നവർ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അനുഗ്രഹയുടെ വീട്ടുമുറ്റം ഒരു ഗോശാലയാണ്. അനുഗ്രഹയും സഹോദരി ആർദ്ര ജി ഭട്ടും ചേർന്ന് പരിപാലിക്കുന്ന വിശാലമായ ഗോശാല. ഇരുവരും ചേർന്ന് പരിപാലിക്കുന്നത് 12ഓളം പശുക്കളെയാണ്. ഇതിൽ കറവയുള്ളത് 4 പശുക്കളാണ്. ഇരുവരും 5 മണിയോടെ ഉണരും. കണ്ണു തിരുമ്മി എത്തുന്നത് വീട്ടുമുറ്റത്തെ കാലിത്തൊഴുത്തിലേക്കാണ്. ആദ്യം ഒരാൾ ചാണകം നീക്കി തൊഴുത്ത് വൃത്തിയാക്കും. ഈ സമയം മറ്റൊരാൾ ഗോക്കളെ കുളിപ്പിക്കും. ഇരുവരുമാണ് പശുക്കളെ കറക്കുന്നത്. ഒരാൾ സൊസൈറ്റിയിൽ പാല് കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ പശുവിന് പുല്ല് ചെത്താൻ പോകും. ഇതിനു ശേഷമാണ് ഇരുവരും സ്കൂളിൽ പോകുന്നത്. സ്കൂൾ വിട്ടുവന്നാൽ പിതാവിനോടൊപ്പം പുല്ല് ചെത്താൻ പോകും. ഇത് മാത്രമല്ല, കുറച്ച് നെൽകൃഷിയുമുണ്ട്. ഇവിടെ പിതാവിനെ സഹായിക്കുവാൻ ഇരുവരും ഒപ്പമുണ്ട്. തീറ്റപ്പുൽ കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇരുവരും ശാസ്ത്രീയ സംഗീതവും പഠിക്കുന്നുണ്ട്. ഇതിനെല്ലാം എങ്ങനെ സമയം കണ്ടെത്തും എന്നല്ലേ അതിനും അനുഗ്രഹയ്ക്ക് പറയുവാനുണ്ട്. ഇന്നേ വരെ അനുഗ്രഹ ട്യൂഷന് പോയിട്ടില്ല. സമയനിഷ്ഠയുണ്ടെങ്കിൽ ട്യൂഷൻ്റെ ആവശ്യമില്ലെന്നാണ് അനുഗ്രഹ പറയുന്നത്. ഓരോ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്നത് വീട്ടിൽ മനഃപ്പാഠമാക്കുവാൻ 1-2 മണിക്കൂർ മതി. പഠിപ്പിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ അവധി ദിവസം സ്വയം ചോദ്യങ്ങൾ തയ്യാറാക്കി പരീക്ഷ എഴുതുക. ഇതാണ് അനുഗ്രഹയ്ക്ക് പറയാനുള്ളത്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെല്ലാം അടച്ചു കൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാനസിക സംഘർഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വാങ്ങിച്ചത്. ആദ്യമൊക്കെ ഭയങ്കര അറപ്പും ഇതൊക്കെ ആയിരുന്നു. നമ്മൾ പശുവിനെ തൊടാനാണെങ്കിലും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഒരു വർഷമൊക്കെ ആയപ്പം ആ പേടിയെല്ലാം മാറി. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് പിന്നെ മാറ്റാൻ ഇവർ നമ്മുടെ ചേച്ചി അനിയത്തി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പോലെ തന്നെയായി മാറി. അതുകൊണ്ട് പിന്നെ ഇവരെ നമ്മൾ ഇതിനെ വിൽക്കാനായിട്ട് നമുക്കൊരു വിഷമം തോന്നിയതുകൊണ്ട് പിന്നെ ഇതിനെ വിൽക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് പിന്നെ പഠനത്തോടൊപ്പം ഇവർ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കാരണം അന്നത്തെ ഒരു കാലത്ത് വേറെ പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം കൊറോണ ടൈമിൽ എല്ലാവരും അടച്ചു കൂട്ടിയിരിക്കുമായിരുന്നല്ലോ. അപ്പം അപ്പോഴത്തെ കാലത്ത് പശു എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പം നല്ലൊരു ഹോബിയും ഹാപ്പിനെസ്സൊക്കെ തരുന്നുണ്ട്. പിന്നെ ഈ ഹാപ്പിനെസ്സിനെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു മനസ്സ് തോന്നിയില്ല. അതുകൊണ്ടിപ്പം 3 വർഷമായിട്ട് നമ്മൾ പശുവിനെ വളർത്തുന്നു. പിന്നെ ഇവരെ നോക്കി കഴിഞ്ഞുള്ള ബാക്കി സമയത്താണ് ഞങ്ങൾ പഠിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇവരുള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കാതെ പോകുന്നില്ല. പുറക്കാട് SNM HSSലെ വിദ്യാർത്ഥിനിയായ അനുഗ്രഹ പഠനകാര്യത്തിൽ എന്ന പോലെ പൊതുവിജ്ഞാനത്തിലും പിന്നിലല്ല. 2021 സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് സംഘടിപ്പിച്ച കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ ഡയറി ക്വിസ് മത്സരത്തിലും 2022 നടന്ന അമ്പലപ്പുഴ ബ്ലോക്ക് തല മത്സരത്തിലും 1-ാം സ്ഥാനം നേടിയിരുന്നു. സ്കൂളിൽ നിന്നും കൂട്ടുകാർ വിനോദസഞ്ചാരങ്ങൾക്ക് പോകുമ്പോൾ ഇവരുടെ ആനന്ദം കാലിത്തൊഴുത്തിൽ പശുക്കളോടൊപ്പമാണ്. കഥയാണു നീ ഒരു വീണ പൂവിൻ്റെ കഥയാണു ഞാൻ, ഒരു കരിമൊട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണ പൂവിൻ്റെ കഥയാണു ഞാൻ, ഒരു കരളിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം, ഒരു കരളിൻ ദുഃഖത്തിൻ